കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത്. അത് എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന, വിദ്വേഷമമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനാണ്, അത് ഉമറാണെന്ന് വൃദ്ധക്കറിയില്ല. ആ വൃദ്ധയോട് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങളുടെ ഭരണാധികാരിയായ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്താ? ആ സമയത്ത് ആ വയോവൃദ്ധനോട് ചോദിക്കുന്ന ആളെ തിരിച്ചറിയാതെ ആ വൃദ്ധ പറഞ്ഞു, ആ ഉമർ യുദ്ധവും കഴിഞ്ഞ് കുറെ സമ്പത്തുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടെന്ന വടുവൃദ്ധ മറുപടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ അതല്ല നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ ഭരണാധികാരിയായ അറേബ്യയുടെ ഭരണാധികാരിയായ 22 സംസ്ഥാനങ്ങളടങ്ങുന്ന അറേബ്യൻ രാഷ്ട്രത്തിന്റെ ചെങ്കോലും കിരീടവും വെച്ച് ഭരിക്കുന്ന കാലത്ത് ആ ഭരണാധികാരിയായ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ ജനാഭിപ്രായമെന്താ? ആദ്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ജനഹിത സർവേ നടത്തുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയാണ് നീതി എന്ന 2 അക്ഷരത്തെ ലോകത്ത് നിലനിർത്താമെന്ന നീതിയുടെ പര്യായമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളുടെ ഭരണാധികാരിയെ കുറിച്ചുള്ള അഭിപ്രായമെന്താ? മുഖം കൊടുത്തിട്ട വൃദ്ധയുടെ മറുപടി, ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ, ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ. ആ ഉമർ ജീവിതത്തിൽ ഗുണം പിടിക്കാതെ പോവട്ടെ, ആ ഉമർ നശിച്ചു പോകട്ടെ. അയാളെക്കാൾ കൊള്ളാത്തൊരു ഭരണാധികാരി ലോകത്ത് വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ കുറിച്ചൊരു പ്രജയ അഭിപ്രായം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. മഹാനവറുകളെ ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഉമറിനെ കുറിച്ച് എങ്ങനെ പറയാനുള്ള കാരണമെന്താ? ആ ഉമ്മ പറഞ്ഞു, ആ പയോവൃദ്ധ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വരുന്ന വഴി അറേബ്യയുടെയും ഇറാഖിന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലത്തുള്ള മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു വയോവൃദ്ധയാണ്. ആ ഉമർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേവരെ എനിക്ക് ഒരു ഫിൽസ് പോലും പെൻഷൻ തന്നിട്ടില്ല. ഉമർ ഗുണം പിടിക്കാതെ പോട്ടെ, ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ. ആ വൃദ്ധ പറഞ്ഞു, ഉമർ നശിച്ചു പോവട്ടെ, അധികാരത്തിൽ വന്നിട്ട് ഇതേവരെ ഒരു ഫിൽസ് എനിക്ക് പെൻഷൻ തന്നിട്ടില്ല. ഈ പെൻഷൻ വലിയ പ്രശ്നം കണ്ടുവല്ല. നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ. എമ്മ ഇമ്മ LDF, ഇമ്മ UDF, എമ്മ ആണേലും ശരി ഇമ്മ ആണേലും ശരി, ഇതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകണ്ട. ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ. ഉമർ ഗുണം പിടിക്കാതെ പോവട്ടെ, എനിക്ക് പെൻഷൻ. ഈ പെൻഷൻ വലിയ പ്രശ്നമാണ്, വൃദ്ധയും പ്രശ്നമാണ്. അറിയക്കുട്ടി ഒന്നുമുണ്ട്. ഇത് കേട്ടാൽ ആധുനിക ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് വിമർശനത്തെ അസഹിഷ്ണുതയോടെ നേരിടുന്നവരോട് വിരൽ ചുണ്ടുന്നവനെ വിലങ്ങണിയിച്ച് കൽത്തുറുങ്കില് ഇരുളടങ്ങ ഇടനാടുകളിലോട്ട് പറഞ്ഞുവിടുന്ന ആധുനിക ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അധികാര കേന്ദ്രങ്ങളെ പരിചയമുള്ള നിങ്ങൾക്കിത് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ആ ഭരണാധികാരി പറഞ്ഞതെന്നറിയോ? നിങ്ങളെന്ത് വാക്കാണ് ഈ പറയുന്നത്? ആ ഉമർ മദീനയിൽ ഭരിക്കുമ്പോ അതിർത്തിയിൽ നിൽക്കുന്ന നിങ്ങളെ ചിലപ്പോ ഉമർ അറിയാത്തത് കൊണ്ടാവാൻ തരാത്തത്. ആ സമയത്ത് ആ പടുവൃദ്ധയുടെ ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് ആനുകൂല്യം തരാത്തതിന് നിങ്ങൾ പറയുന്ന കാരണം ഇതാണോ? യഹ്കുമു ബൈനനാ വലാ നഅരിഫുനാ
ഉമ്മമാരെ, സ്ത്രീത്വത്തിന്റെ ഏറ്റവും ഉറച്ച നിലപാടിന്റെ ശബ്ദം മുടങ്ങിയത് ആ ഭരണാധികാരിയുടെ മുമ്പിലാണ്. യഹ്കുമു ബൈനനാ വലാ യഅരിഫുനാ. ആ ഉമർ ഞങ്ങളുടെ ഭരണാധികാരിയാണെന്ന് പറയുകയും എന്നിട്ട് ഞങ്ങളെ അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നുവോ? നാളെ ഏകനായ റബ്ബിന്റെ മുമ്പ് പരലോകത്ത് ഉമറിനെ ഹാജരാക്കുമ്പോ എന്തുകൊണ്ട് ഈ വൃദ്ധക്ക് വെള്ളം കുടിക്കാനുള്ള പൈസ കൊടുത്തില്ലെന്ന് ഉമറിനോട് ചോദിക്കുമ്പോ ഈ ന്യായം ഉമറിന് പരലോകത്ത് പടച്ചവനോട് പറയാൻ പറ്റുമോ? ഞാൻ അവരെ കണ്ടില്ല റബ്ബേ, അറിഞ്ഞില്ല റബ്ബേ എന്ന അല്ലാഹുവിനോട് പരലോകത്ത് ഈ സമാധാനം പറയാൻ കഴിയോ എന്ന ചോദ്യം വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഉമർ എന്ന ഭരണാധികാരിയല്ല, നീതിയുടെ ഏറ്റവും വലിയ നിസ്തുല രൂപമായി വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഉമർ എന്ന ഭരണാധികാരിയല്ല. കിസ്രയെയും കൈസറിനെയും മടക്കി ഭരിച്ച കിസ്ര രാജാവ് പേര് കേട്ടാൽ ഞെട്ടിത്തിരിച്ചു പോകുന്ന കിസ്ര ഭരിക്കും കൈസറും ഞെട്ടുന്നതാ. മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള ഇമാമാണല്ലോ. കിസ്രയെയും കൈസറിനെയും ഞെട്ടിത്തെരിപ്പിച്ച മിസ്രിലെ മുഖൗഖിസിന്റെ പേടി സ്വപ്നമായ ഖത്താബിന്റെ മകൻ ഉമർ എന്ന ആ ധീര ശബ്ദത്തെ കുറിച്ചല്ല, ഞാനൊരു പിതാവിനെയും മകനെയും ഇവരെ പരിചയപ്പെടുത്തുകയാ. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തേണ്ടതുണ്ട്? ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവിനെ കുറിച്ച് കേട്ടപ്പോ, പരലോകത്തെ കുറിച്ച് കേട്ടപ്പോ, അവിടുത്തെ വിചാരണയെ കുറിച്ച് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മാ നിങ്ങൾ ഉമറിനെ ശപിക്കരുത്, ആ ഉമർ ഒരു സാധുവായ മനുഷ്യനാണ്. ഉമ്മ ഇതേവരെ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തരാത്തതിന് പകരമായി എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ഗഡുവായിട്ട് നിങ്ങൾക്ക് ഞാൻ 25 സ്വർണ്ണ നാണയം തരാ. നിങ്ങൾ ഉമറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പിൻവലിക്കുമോ? ആ ഉമ്മ പറഞ്ഞു, അതെ അതെ, ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ അടിത്തട്ടിൽ നിൽക്കുമ്പോ 25 സ്വർണ്ണ നാണയം കിട്ടുക, അങ്ങനെ ഒറ്റ ഗഡുവായി നിങ്ങൾ എനിക്ക് തന്നാൽ ഞാനിത് പിൻവലിക്കാമെന്ന് പറയവേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ തന്റെ പോക്കറ്റിൽ നിന്ന് 25 ദീനാറുകൾ എടുത്ത് ആ വയോവൃദ്ധയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഉമറിന്റെ കാര്യത്തിൽ നിങ്ങൾ തൃപ്തിയാണോ? അതെ അതെ. ഉമറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രമേൽ കണ്ണ് നിറയാൻ നിങ്ങളാരെന്ന വൃദ്ധ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാണ്, പരലോകത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയുടെ വിചാരണയുടെ വിഹുലതയോട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ണ് നിറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിൽ വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ അന്വേഷിച്ചു വരുമ്പോ ഒരു വൃദ്ധയുമായി മരുഭൂമിയിൽ സംസാരിച്ചു നിൽക്കുന്നത് കാണവേ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു, പുത്രേ, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ. ആ വിളി കേട്ട വൃദ്ധ ഞെട്ടിത്തരിച്ചു പോയി. അക്കാലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന യോഗ്യത അത് അറേബ്യയുടെ ഭരണാധികാരി കിസ്രയുടെ പേടി സ്വപ്നം അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ്. താൻ ഇതേവരെ വിരൽ ചൂണ്ടിയത്, താൻ ശപിച്ചത്, താൻ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിയത് ഈ ലോകത്തിന്റെ അറേബ്യയുടെ ഭരണാധികാരിയായ ഉമറാണെന്ന് അറിഞ്ഞപ്പോ ആ ഉമ്മ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉമറേ, എന്റെ അവിവേകം ക്ഷമിക്കണേ, എന്നോട് പ്രതികാരം എടുക്കരുത്, എന്നെ കൽത്തുറുങ്കിലെടുക്കരുത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഉമ്മ എന്താണ് പറയുന്നത്? ഞാനല്ലേ തെറ്റ് ചെയ്തത്?
എന്ന് പറഞ്ഞ വൃദ്ധയുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് ഒരു ചെറിയ കടലാസ് കൊണ്ടുവാ. എന്തിനാണ് ഇബ്നു അമീറുൽ മുഅ്മിനീൻ? കൊണ്ടുവരൂ, ഒരു കടലാസ് തോലുകൾ ഉണ്ടാക്കി എഴുതാൻ ഉപയോഗിക്കുന്ന ആ ബലകം കൊണ്ടുവന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കൈപ്പടയിൽ മരുഭൂമിയുടെ സൈകത ഭൂമിയിൽ എഴുതുകയാണ്. ഹാദാ മാ സാറഹ ഉമറു ലിഫുലാനത്തി ബിന്തി ഫുലാൻ. ഇന്നയാളുടെ മകളായ ഇന്ന പെണ്ണുമായി ഉമർ എഴുതുന്ന ഒരു മസ്ലഹത്ത് കരാറാണിത്. വർഷങ്ങളായി അവർക്ക് ഞാൻ പെൻഷൻ കൊടുക്കാത്തതിന് പകരം ഒറ്റ തവണയിൽ ഞാനത് കൊടുത്തു തീർത്തിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾ സാക്ഷിയാണ്, സാക്ഷിയാണ്, സാക്ഷിയാണ്. പരലോകത്തെ കുറിച്ചോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങളാണ് സാക്ഷി, താഴെ ഒപ്പുവെച്ചോളൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താഴെ സാക്ഷിയായി പേരെഴുതി ഒപ്പുവെച്ചു. ആ സമയത്താണ് വാപ്പയെ നേസിച്ചിട്ട് പൊന്നുമോൻ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ പറയുന്നത് ഉമർ എന്ന ഭരണാധികാരിയല്ല, ഉമർ എന്ന പിതാവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുക. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. വാപ്പ വിളിക്കുന്നു, മോനെ അബ്ദുല്ലാഹ്, വാപ്പാന്റെ പൊന്നുമോനെ അബ്ദുല്ലാഹ്, ഈ എഴുതിയ കരാർ നീ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കണേ. എന്തിനാണുപ്പാ? എന്തിനാന്നറിയോ മോനെ? നിന്റെ വാപ്പ ഉമറും മരണമടഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫത്തുണി പൊതിയുമ്പോ ഉപ്പാന്റെ കുട്ടി ഈ കരാറെഴുതിയ തോൽക്കഷണം ഉപ്പാന്റെ കഫത്തുണിയുടെ കൂടെ ഒന്ന് വെച്ചേക്കണേ. എന്തിനെന്നറിയോ? നാളെ എങ്ങാനും പരലോകത്ത് പടച്ചറപ്പിന്റെ കോടതിയിൽ വരുമ്പോ ആ സമയത്ത് ഈ വൃദ്ധയാനും ഉമറിനെതിരെ വിരൽ ചൂണ്ടിയാൽ എനിക്ക് തെളിവായിട്ട് എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഈ കരാറല്ലാതെ ഉമ്മാപ്പാന്റെ കയ്യിലൊന്നുമില്ല മോനെ. അതുകൊണ്ട് മോനെ അബ്ദുല്ലാഹ്, മോനെ അബ്ദുല്ലാഹ്, ഉപ്പാ ജീവിതത്തിൽ ചെയ്തത് നന്മയാണെന്നറിയാൻ മകനെ നീ ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന് വസിയത്ത് കൊടുത്ത ഉപ്പയെ പരിചയപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ കഴിയോ? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിലുടനീളം പൊന്നുമോൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ കൂടെ കൂട്ടിയിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാക്കിയിരുന്നു. മോനെ അബ്ദുല്ലാഹ്, വാപ്പ അറിയാതെ ചെയ്ത ഒരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണിത്. സഹോദരാ, നമ്മുടെ മക്കളോട് പറയാൻ കഴിയോ? നമ്മുടെ മക്കളോട് ഇതേപോലെ മോനെ വാപ്പാക്ക് ഇങ്ങനെ ഒരവസ്ഥയുണ്ട്, എന്റെ പൊന്നുമോനതിനെ സാക്ഷിയാണെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് നിർത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മോനെ അബ്ദുല്ലാഹ്, മോനെ അബ്ദുല്ലാഹ്, നീ ഇത് എഴുതി വെച്ചേക്കണം, വാപ്പാന്റെ കഫത്തുണിയിൽ വെക്കണം. ഒരു വാപ്പയും മകനും തമ്മിലുള്ള വാപ്പാക്ക് ഖശിയത്തുണ്ടായപ്പോ വാപ്പ, അവിടെ വേറെ എത്ര സഹാബികളുണ്ട്? അവിടെ എത്ര സഹാബികളുണ്ട്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? ചില്ലറക്കാരനല്ല, സാഹിബുൻ ഇലാ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് നടന്ന സഹാബി. നമുക്ക് പറ്റൂ പറയാൻ? എന്റെ മോൻ, ഞാൻ പറയാണ് മോനെ, വാപ്പാടെ ഇതിന് നീയാണ് സാക്ഷി. 8-ാം തീയതി ഇവിടെ നോക്കി, സമയായ നമുക്ക് പറയാൻ പറ്റുന്ന മോനോട് മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് നമ്മുടെ അവസ്ഥ, മയ്യത്ത് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് പള്ളിയിലെ ഖത്തീബ് പറഞ്ഞു, ഇദ്ദേഹം നമ്മളോട് ഇതെല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കണം, ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മോൻ ഇബ്രാഹിം കുട്ടിയെ സമീപിച്ചാൽ മതി. അപ്പൊ പുറകിത്തെ സമീപം ആരേലും പറഞ്ഞു, ഇബ്രാഹിം കുട്ടി തരാനുള്ളത് തന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ പഹയം മരിച്ച വാപ്പാന്റെ പഹയം തരണ്ട, ആ പഹയം തരാനുള്ളത് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
പറ്റോ സഹോദരങ്ങളെ? ഞാൻ ഒരു ആത്മവിചാരണയുടെ ചോദ്യം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മക്കളെ കുറിച്ച് കുറ്റം പറയല. ഞാൻ എന്നെ കുറ്റപ്പെടുത്തി ചോദിക്കാൻ, നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ ബാധ്യതകൾ തീർക്കണേ മക്കളെ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യാൻ കഴിയുന്ന വിധം നമ്മുടെ മക്കളെ ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ആത്മവിചാരം. അവസാന നാളിൽ ആത്മഹത്യ ചെയ്യേണ്ട കാലത്ത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ UK പോയിട്ടുള്ളത്. അവിടെ വീടുകൾ ഒഴിഞ്ഞു കിടക്കാൻ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണെന്നാണ് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട്. മിക്കവാറും വീടുകളിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, ആരുമില്ല. എന്റെ സഹോദര, പണ്ടാരോ പാടിയതുപോലെ ഇക്കളിയൊന്നും കളിയല്ല. ഈ പെരുന്നാളൊന്നും അത്ര വലിയ പെരുന്നാളല്ല. ഈ ആട്ടവും ഈ ചാട്ടവും ഈ ആഡംബരവും ഇതെല്ലാം അവസാനിക്കും. നമ്മുടെ ശരീരം നമ്മുടെ അവയവങ്ങളോട് ആവലാതി പറഞ്ഞ് ഒരു ചുവട് പോലും നടക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു കാലം വരും. ആ കാലത്തെ പ്രതീക്ഷയായി വളർത്തുന്ന മക്കളെ ആദ്യമായി തർബിയത്ത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അബ്ദുല്ലാ, വാപ്പാന്റെ മയ്യത്തിലേക്ക് ഇത് ചേർത്ത് വെക്കണേ. ആ വാപ്പ വളർത്തിയ മകൻ എങ്ങനെയായി? ആ വാപ്പ വളർത്തിയ മകൻ എങ്ങനെയായി? സഹോദരാ, പാതിരാവിന്റെ നിശബ്ദതയിൽ മദീന മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ആളുകൾക്ക് കൊടുക്കാനുള്ള ഗോതമ്പിന്റെ ചാക്കൻ തലയിൽ ചുമന്നുകൊണ്ട് നടന്നു പോകുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അബൂ ലുഅലയുടെ കുത്തേറ്റിട്ട് കുടൽമാല വെളിയിലോട്ട് വീണ് വഫാത്താവുമ്പോ മഹാനവറുകളുടെ ശരീരത്തിൽ രണ്ടടയാളമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അബൂ ലുഅല കുത്തിയ അടയാളം, മറ്റൊന്ന് വലത്തെ ചുമലിൽ വലിയൊരു അടയാളം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? പാതിരാത്രിയിൽ പാവങ്ങളെ സഹായിക്കാൻ ഗോതമ്പ് ചാക്കും വലത്തെ തുകളിൽ ചുമന്നുകൊണ്ട് നടന്നുപോയ ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഒരു വലിയ അടയാളം വലത്തെ ചുമലിലുണ്ട്. പാവങ്ങൾക്ക് തിന്നാനുള്ള അരിയും ഗോതമ്പും ചുമന്നുകൊണ്ടുപോയ ഉമർ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഇങ്ങനെ ഗോതമ്പ് ചാക്ക് ചുമന്നിട്ട് നടക്കുമ്പോ ആ പാവപ്പെട്ട പിതാവിന്റെ കാലിങ്ങനെ വളഞ്ഞു വളഞ്ഞു വെച്ചു പോകവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമറേ, നിങ്ങൾ ഉറങ്ങിയിട്ട് എത്ര നാളുകളായി? ഇന്നലെയും ഇറാഖിൽ നിന്ന് വന്ന അഭയാർത്ഥികളുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളല്ലേ? ഉറങ്ങാത്തത് കൊണ്ട് കാലുകൾ വേച്ചു പോകുന്നുണ്ട്. കുറച്ചു നേരം ആ ചുമട് എന്റെ തലയിലേക്ക് വെക്കൂ, ഞാനത് ചുമക്കാന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു നിന്നിട്ട് മദീനയുടെ ഒരു രാത്രിയിൽ ചോദിക്കുന്നുണ്ട്, ഏ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അന്തലാ തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു പാവത്തിന്റെ ചുമടെടുത്ത് എന്റെ തറയിൽ വെക്കുമ്പോ ഇബ്നു ഔഫേ ഒരല്പനേരം മാറി ചുമക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ? ഉണ്ടോ എന്ന നീവാ? ഒരു വാപ്പയുടെ ഏറ്റവും വലിയ ഗുണം ശഅബാന്റെ രാത്രി, ബറാത്തിന്റെ രാത്രി, റമളാൻ എടുക്കാറായി. സഹോദരാ, ഇതൊരു വലിയ വിഷയം തന്നെയാണ്. സക്കാത്ത് പൊതുമുതലായി സക്കാത്തിന് കിട്ടിയ ഒട്ടകത്തെ പൊതുമുതലിന്റെ കൂടെ കൊണ്ടുപോയി വെച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സക്കാത്തായി കിട്ടിയ ഒട്ടകത്തിന് പെയിന്റ് കൊടുത്തിട്ട് അടയാളപ്പെടുത്തുകയാണ്. കാരണം അത് ബൈത്തുൽ മാലാണ്, അത് ആളുകളുടെ സ്വത്തുക്കളാണ്. അത് സ്വത്തുക്കള് ബന്ധുക്കൾക്കും സ്വജനങ്ങൾക്കും പക്ഷപാതിത്വത്തോടെ വിതരണം ചെയ്താൽ പടച്ചവന്റെ മുമ്പില് പരലോകത്ത് വിചാരണയുടെ നാളില് കണക്ക് ബോധിക്കണം. ആ ഒട്ടകത്തെ പെയിന്റ് കൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോ ഒരൊട്ടകം കൈവിടിപ്പിച്ചു ഓടിയത്രേ. വയോവൃദ്ധനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ പുറകെ പാഞ്ഞു പാഞ്ഞു പോയി. ആ വയോവൃദ്ധൻ ഇങ്ങനെ വെച്ചു പോയപ്പോ വീട്ടിലിരുന്നിട്ട് അലി റളിയല്ലാഹു തആല ഈ കാഴ്ച കാണുന്നുണ്ട്. യുവാവായ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവേ, ഈ വാർദ്ധക്യകാലത്ത് എന്തിനാണ് ഒട്ടകത്തിന്റെ പുറകെ ഓടുന്നത്? യുവാവായ ഞങ്ങളില്ലേ, അനാകു ഫീകൽ ബഈർ, അനാകു ഫീകൽ ബഈർ,
ബഈർ, ആ ഒട്ടകത്തെ ഞാൻ പിടിച്ചു കൊണ്ട് തരാം, നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറയവേ ഓട്ടത്തിന്റെ ഇടയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ ചൂണ്ടിയിട്ട് അലിയേ അന്തലന തക്ഫീനി യൗമൽ ഖിയാമ, അന്തലന തക്ഫീനി യൗമൽ ഖിയാമ, പരലോക നാളിൽ പടച്ചവൻ ചോദ്യം ചെയ്യാൻ ഉമറിനെ പിടിച്ചു നിർത്തുമ്പോ അന്ന് നീ എനിക്ക് സഹായിക്കാൻ മതിയാവില്ല അലിയേ, അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്ക്. ഉമർ ഈ ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ ഞാൻ അടയാളം ഇട്ടിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് പറഞ്ഞ് വാർദ്ധക്യ കാലത്ത് ഒരു ഹറാമിന്റെ സമ്പാദ്യം തന്നെ സമ്പാദ്യത്തിൽ വരാതിരിക്കാൻ, തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഹറാമ് വരാതിരിക്കാൻ ഓടി നടന്ന ഉമർ റളിയല്ലാഹു അൻഹു എവിടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറിയുടെ പൈസ കൊണ്ട് മക്കൾക്ക് ആഹാരം കൊടുക്കുന്നവരെ, പലിശ പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ മക്കൾ നന്നാവാൻ ദുആ ചെയ്യുന്നവരെ, ഒരു വാപ്പയ്ക്ക് ഉണ്ടാകേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട ഗുണം വലഖദ് അതൈനാ ലുഖ്മാനൽ ഹിക്മാ, ലുഖ്മാന് ഞാൻ ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. ആ ഹിക്മത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. മദീനത്തൂടെ നടന്നു പോകുമ്പോ കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു ഉമ്മയുടെ മടിയിലിരുന്നിട്ട് കൊച്ചുകുട്ടി ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഉസ്കുതി സബിയത്തിക്ക്, ആ കുഞ്ഞിനോടൊന്ന് കരയാതിരിക്കാൻ പറ. ആ ഉമ്മ പറഞ്ഞു, എങ്ങനെ കരയാതിരിക്കും? ഉമറിന്റെ ഓർഡിനൻസ് വന്നിട്ടുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ നിയമം പാസാക്കിയിട്ടുണ്ട്. മുലകുടി പ്രായം വലിഞ്ഞ കുട്ടികൾക്ക് റേഷനുള്ളൂ എന്ന്. അവിടെ വലിയൊരു ക്ഷാമകാലം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സാമ്പത്തിക ബാലൻസിന് വേണ്ടി ഒരു എക്കോണമിക്കൽ ക്രൈസിസ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടി മുലകുടി പ്രായം കഴിഞ്ഞവർക്ക് റേഷനുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലെങ്കിലും ഇല്ലേ? ഇനി മുതൽ മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷനില്ല. എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിച്ചപ്പോ ആ കുഞ്ഞ് കരയുന്നതാണ് ഉമറിന്റെ ഒരു ഒടുക്കത്തെ നിയമമെന്ന് പറയവേ ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞ അത്ര വലിയ പട്ടിണിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭയാർത്ഥിയുടെ കൂടാരത്തിലേക്ക് കയറി അടുപ്പ് കത്തിച്ചിട്ടതിന്റെ ഉള്ളിലിരുന്നിട്ട് ചപ്പാത്തി ചുടാൻ ഇങ്ങനെ ഈത്തപ്പന മരത്തിന്റെ ഉണങ്ങിയ കമ്പ് വെച്ച് ഊതി ഊതി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഇങ്ങനെ കരിവാളിച്ചപ്പോ ഇറാഖുകാരി പെണ്ണ് പറയുകയാണ്, മനുഷ്യ, ഈ നാട് ഭരിക്കുന്ന ഉമറിനേക്കാൾ എത്ര നല്ല ആളാണ് നിങ്ങൾ. ഞങ്ങളുടെ റേഷൻ മുടക്ക് ഉമർ കിടന്നുറങ്ങുമ്പോ ആരും അറിയാത്ത നിങ്ങൾക്ക് ചപ്പാത്തിക്ക് തീരൂതി ഊതി ആ മനുഷ്യന്റെ മുഖം കരിവാളിച്ചു. ആരും അറിയാത്ത ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ ഊതി ഊതി മുഖം കരിവാളിച്ചപ്പോ ആ ഉമ്മ പറയുന്നുണ്ട്, ഉമറിനേക്കാൾ അന്ത അഫ്ളലു മിൻ ഉമറ, നിങ്ങൾ ഉമറിനേക്കാൾ ശ്രേഷ്ഠനാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് രാവിലെ സുബഹിക്ക് പള്ളിക്ക് പോകുമ്പോ ഇവിടെ എന്നെ നോക്ക് മനുഷ്യന്മാരെ, മകനെ കൂടെ കൊണ്ടേ നടന്നിട്ട് ആ വാപ്പ ഉണ്ടാക്കിയ നേട്ടത്തെ ഞാൻ ഇനി അടുത്ത ചരിത്രം പറയലുണ്ട്, ലക്ഷ്യമല്ല. ചരിത്രയുടെ ലക്ഷ്യമല്ല, ഇനി ചരിത്രത്തിനൊരു ലക്ഷ്യമുണ്ട്. ചിന്തിക്കുന്നവർക്ക് കഥകളിൽ ദൃഷ്ടാന്തവുമുണ്ട്. ആ മനുഷ്യർ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുമെന്നൊരായത്തോടെ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാലകും ലാ തനാസറൂൻ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിലേക്ക് എല്ലാവരും നടന്നു പോകുമ്പോ അല്ലാഹു പറയും, വഖിഫൂഹും, നിക്കവിടെ, ഇന്നഹും മസ്ഊലൂൻ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട്. ആ ആയത്തെ ഉമർ റളിയല്ലാഹു അൻഹു വിട്ട് നിലവിളിച്ച് ആയത്ത് തുടർന്നോകാൻ കഴിയാതെ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാലകും ലാ തനാസറൂൻ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാളുമില്ലല്ലോ. കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ട് താഴേക്ക് വീണു. നിസ്കാരം കഴിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, ഉമറേ, എന്തിനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആയത്തോതിയപ്പോ കരഞ്ഞത്? നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്നല്ലാണ്ട് റസൂല് നിങ്ങളോട് പറഞ്ഞതല്ലയോ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ സഹബാ
നാളെ പരലോകത്ത് പടച്ചുറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ ഈ ഉമർ സ്വർഗം കണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ മലക്കുകളോട് ഉമറേ നിൽക്കവിടെ ഇന്നഹും മസ്ഊലൂൻ. ചില ചോദ്യത്തിന് മറുപടി പറയാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? അതോത്തിട്ടാണ് കരഞ്ഞതെന്ന് പറയവേ സഹാബത്ത് പറഞ്ഞു, ഉമറേ നിങ്ങൾ എന്ത് ചോദ്യം നേരിടാനാ? നിങ്ങൾ പാതിരാത്രിയിൽ പോലും പാപങ്ങൾക്ക് വേണ്ടി ഉറക്കമടച്ചവരല്ലേ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം കം ഖതല ഉമറു മിൻ ഔലാദിൽ മദീന. ഉമറിന്റെ വികലമായൊരു നിയമം കൊണ്ട് എത്ര കുഞ്ഞുങ്ങളാണ് മദീനയിൽ മരിച്ചു പോയത്? കം ഖതല ഉമറു മിൻ ഔലാദിൽ മദീന. ഉമറിന്റെ ഒരു നിയമം കാരണത്താൽ എത്ര കുഞ്ഞുങ്ങളാണ് മദീനയിൽ മരിച്ചു പോയത്? അല്ലാഹുവേ, ഈ ഉമർ ആരോട് സമാധാനം പറയും? വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട് എന്നായത്ത് കേട്ടപ്പോ കരഞ്ഞു ബോധം കെട്ടു വീണ വാപ്പ. ആ ആയത്ത് കേട്ടപ്പോ, സൂറത്ത് സാഫാത്തിലെ ആയത്ത് കേട്ടപ്പോ വാപ്പ മദീനത്തെ പള്ളിയിൽ ബോധം കെട്ടു വീണു. പിന്നീട് ഒരു സുബഹി നടക്കുന്നുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം. അതേ പള്ളിയിൽ അതേ മിഹ്റാബിൽ ഒരു സുബഹി നടക്കുന്നുണ്ട്. ഇമാമ കയറി നിന്നു, ഖുർആൻ ഓതാൻ തുടങ്ങി. ഫാത്തിഹയ്ക്ക് ശേഷം സുബഹിയുടെ ആദ്യത്തെ റക്അത്ത് ഓതി ആയത്തെ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യനെ നിർത്തപ്പെടുന്ന ദിവസം. അത്രയേ ഉള്ളൂ, വേറെ ഒരു അർത്ഥമില്ല ഇതിന്. യൗമ ഒരു ദിവസം യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ അവനെ നിർത്തപ്പെടുന്ന ദിവസം. ആയത്തോടവേ ഇമാമ ബോധം കെട്ട് മുസല്ലയിലേക്ക് വീണു. ആളുകൾ നിസ്കാരങ്ങളിൽ വെള്ളം കൊടുത്ത് കൊടഞ്ഞെഴുന്നേൽപ്പിച്ചു ഇമാമിനെ. ആ ഇമാമിന്റെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ്. വാപ്പായും മോനും ഖുർആൻ ഓതിയിട്ട് മുസല്ലയിൽ വീണു. കാരണം മോൻ കണ്ടുപിടിച്ചത് അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ച് പറഞ്ഞ ആയത്ത് ഓതിയാൽ കരഞ്ഞിട്ട് ബോധം കെട്ട് വീഴുന്ന വാപ്പായെ കുറിച്ച്. നമ്മുടെ മക്കള് കാണുന്നു, എടാ നീ 10-ന് 9 100-ന് 9 രൂപ വെച്ച് പലിശ മേടിക്കല്ലേ അക്രമമാണ്. കുഴപ്പമില്ല, അള്ള മോളിൽ നിന്ന് കീപ്പോട്ട് നോക്കുക 9 6 തോന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് സമ്പാദിച്ച ഉപ്പാന്റെ മക്കളായി വളർന്ന പിന്നെ എങ്ങനെ റെഡിയാവും? തന്റെ മകനെ കൂടെ നടന്ന് ഈ KFC-യും ബ്രോസ്റ്റും ചിക്കനും തിന്നാൻ മാത്രം മക്കളെ കൈ പിടിച്ചോണ്ട് പോയാൽ പോരാ, നിസ്കരിക്കാൻ പോകുമ്പോഴും മക്കളെ കൂടെ കൊണ്ടുപോകണം. ഖുർആൻ ഓതുമ്പോൾ മക്കളെ അടുത്തിരുത്തണം. അങ്ങനെയാണ് വാപ്പാ. വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. അതിന് പറയാൻ ഒത്തിരി ഉദാഹരണമുണ്ട്, പക്ഷെ സമയം വളരെ കുറവാണ്. ഒറ്റ ആയത്തുമേ നമ്മൾ ഇരിക്കുകയാണ്. അല്ലാഹു അക്ബർ. 10:40. അതുകൊണ്ട് ആദ്യം വാപ്പയ്ക്ക് എന്തുണ്ടാവണം? വാപ്പയ്ക്ക് എന്തുണ്ടാവണം? ഖുശൂ ഉണ്ടാകണം, പടച്ചോനെ പേടിയുണ്ടാവും, ഉമ്മാക്ക് പേടിയുണ്ടാവണം, ഉമ്മാക്ക് ആദ്യം പേടിയുണ്ടാവണം. അതെങ്ങനെയാ? ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ വേറൊരു ഹാലാണ്. പിന്നെ അത്യാവശ്യം തീരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൺലൈനിലാണ്. രാവിലെ ഓൺലൈനിൽ 3-4 ഒരു ചാനലൊക്കെ എടുത്ത് വെച്ച് അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മുടെ ദീനിപ്പം മിക്കവാറും ഓൺലൈനിലൊക്കെ. ഓൺലൈൻ ദീനാണ്. എന്റെ പൊന്നുപങ്ങളെ നടക്കില്ല. കാരണം ഫാത്തിമയുടെ വീട്ടിലെ ഖദീജ ബീവിയുടെ വീട്ടിലെ ഫാത്തിമ ജനിക്കൂ. ഖദീജ ബീവിയുടെ വീട്ടിലെ ഖദീജയുടെ മടിത്തട്ടിലെ ഫാത്തിമ ജനിക്കൂ. ഇബ്രാഹിമിന്റെ തർബിയത്തിലെ ഇസ്മായിൽ ജനിക്കൂ. അല്ലാതെ വാപ്പാ ഫിറൗനായിട്ട് നടന്നിട്ട് മോൾ ആസിയാണെന്ന് പറഞ്ഞാൽ നടക്കൂല. ആ ഒരു സാഹചര്യത്തിലേക്ക് നടക്കില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഫാത്തിമ ബീവി പറഞ്ഞത്. പറയാനുള്ള സമയമില്ല. ആ ധാർമ്മിക ബോധത്തിലൂടെ നമ്മൾ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാതിരാവിന്റെ നിശബ്ദതയിൽ നടന്നു പോകുമ്പോ ഇനി പറയണ വെറുതെ അല്ല. വാപ്പ നിസ്കരിച്ചിട്ട് വീഴണ കണ്ടു മോൻ പിന്നെ ആയത്തോതിയപ്പോ വീഴാൻ തുടങ്ങി.
കാണണ്ടേ? അങ്ങനെ പരമ്പര നന്നാവൂ, അങ്ങനെ പരമ്പര നന്നാവൂ. അല്ലാതെ നമ്മുടെ പരമ്പര നന്നാവില്ല. ഉമ്മമാരെ പാതിരാവിന്റെ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന സമയത്ത് ഉമ്മ പറയുന്നു, മോളെ പാലിൽ വെള്ളം ചേർക്ക. ഉമ്മ പാലിൽ വെള്ളം ചേർത്താൽ ഉമർ അറിയില്ലേ? മോളെ ഉമർ വീട്ടിൽ കിടന്ന് ഉറക്കമല്ലേ, പാലിൽ എളുപ്പം വെള്ളം ഒഴിക്ക. ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബുൽ ഉമറു യഖ്ലാ. ഉമ്മ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ. ആരുടെ കണ്ണ് വെട്ടിച്ചാലും അള്ളാന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റും ഉമ്മ. ഒരു തെറ്റ് ചെയ്യാൻ തന്റെ ഉമ്മ പറഞ്ഞപ്പോ ആ ഉമ്മയോട് റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുത്ത മകളുടെ വാക്ക് കേൾക്കുന്നുണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. വീട്ടിൽ ചെന്നിട്ട് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, ആ പെൺകുട്ടിയെ നീ വിവാഹം ചെയ്തുകൊള്ളൂ. സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ വിവാഹചന്തയിൽ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിയർപ്പ് കൊടുത്തു വളർത്തുന്ന മകളുടെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണവും അവളുടെ വാപ്പാന്റെ വസ്തുവും കണ്ടിട്ട് നിന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് നെയ്യുന്ന ആധുനിക ചെറുപ്പക്കാരാ, സ്ത്രീധനത്തിന്റെ പേരിൽ MBBS പഠിച്ച കുഞ്ഞു പോലും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഗ്യാസ് കുറ്റികൾ പൊട്ടി മരിച്ചു പോകുന്ന, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ അമ്മയുടെയും നാത്തുമാരുടെയും നാക്കുകൾ കേട്ട് ജീവിതം പരമിച്ചു പോകുന്ന നൂറുകണക്കിന് പെണ്ണന്മാര് ജീവിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്ന വാപ്പ രാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ ഉമ്മ അല്ലാഹു കാണുമെന്ന് പറഞ്ഞ മോളെ തന്റെ മകൾക്ക് പുതിയവനായിട്ട് നിശ്ചയിച്ചു. രണ്ടുപേരുടെയും കല്യാണം നടന്നു. അവർക്ക് മക്കളുണ്ടായി. ആ മകനൊരു പെൺമകളുണ്ടായി. ആ മകളുടെ പേരാണ് ഫാത്തിമ. മനസ്സിലായില്ലയോ? ആ മോളെ തന്നെ മകനെ കെട്ടിച്ചു കൊടുത്തു. അവർക്കൊരു കുട്ടി ഉണ്ടായി. അവർക്ക് ഒരു മോളുണ്ടായി. ആ മോളുടെ പേരാണ് ഫാത്തിമ. ഏത് ഫാത്തിമ? ഏത് ഫാത്തിമ? കൽബാണ് ഫാത്തിമ, കനലാണ് ഫാത്തിമ, കഴുത്താണ് ഫാത്തിമ. ആ ഫാത്തിമ അല്ല. ഏതാണ് ആ ഫാത്തിമ എന്നറിയോ? ആ ഫാത്തിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങാരെ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നോ എന്ന മലയാളത്തിന്റെ മാപ്പിളപ്പാട്ടില് ചിരപരിചിതമായ 4 വരി തന്റെ ഭർത്താവിനോട് ചോദിച്ച ഫാത്തിമ ഉമർ സാനി എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ ഫാത്തിമ. ഫാത്തിമ ഉണ്ട് സഖി ഒരു കുലം മുന്തിരി. എനിക്ക് പാടാൻ അറിയില്ല. ഉണ്ട് സുഖി ഉണ്ട് സഖി ഒരു കുലം മുന്തിരി. ഒരു കുലം മുന്തിരി വാങ്ങിക്കാൻ ആർക്ക്? രാജാവിന് 4 അണ കയ്യിലില്ല. ഭാര്യ ചോദിക്കാണ്, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങയുടെ കയ്യിൽ 4 അണയില്ല. ഇല്ല ഫാത്തിമ, എന്റെ കയ്യിലില്ല. ഫാത്തിമ ആരാ? ഫാത്തിമ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, രാവിലെ എഴുന്നേറ്റാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ കാല് വിറക്കുന്ന പെൺമക്കൾ ഉണ്ടാകുന്നത് ദീനീബോധമുള്ള ഉമ്മമാരുടെ വീട്ടിലാണ്. ഇത് ഉമ്മട്ടിക്കിട്ടോ, ഉമ്മ അവിടെ വേണ്ടിയോ ഇവിടെ വേണ്ടിയോ, ലോകത്തുള്ള മുഴുവൻ ആഭാസത്തിലും നമ്മുടെ പെണ്ണുങ്ങൾ ഉള്ളിലേക്ക് വന്നു. കേസ് വന്ന എന്റെ ബഹുമാനപ്പെട്ട നാരീമിത്രങ്ങളെ, പെണ്ണുങ്ങളെ എന്ന് വിളിച്ചാലേ കേസായി, നാരീരത്നങ്ങളെ എന്ന് വിളിച്ചാലേ ഉള്ളൂ പറ്റുള്ളൂ. ആ ഒരു ബോധത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മക്കൾ ഇവരായി മാറുക. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ.
ഒരു പിതാവിന് ആദ്യ ഹിക്മത്തുണ്ടാവണം, അത് പടച്ചവനെ കുറിച്ചുള്ള പേടിയാ. ലുക്മാനോട് ഞാൻ പറഞ്ഞു അനിഷ്കുറുലില്ലാ, ലുക്മാൻ എന്ന പിതാവേ, അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണേ. അല്ലാഹു ഒരു പിതാവിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹത, ഒരു പിതാവിനും മാതാവിനും അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത മക്കൾ. മക്കൾ ആൺമക്കൾ അനുഗ്രഹമാണ്, പെൺമക്കൾ ആൺമക്കൾ അനുഗ്രഹമാണ്, പെൺമക്കൾ അനുഗ്രഹമല്ല. അങ്ങനെ എന്റെ പൊന്നുമക്കളെ ഇതൊന്നും കട്ട് ചെയ്തിട്ടല്ലേ പുള്ളു കേൾക്കണം. ആൺമക്കൾ അനുഗ്രഹം, പാപ്പാനും ഉമ്മാനെ താങ്ങാനും തലോടാനും ഒക്കെ. പക്ഷെ പെൺമക്കൾ അനുഗ്രഹമല്ല. പിന്നെന്താണ് നബിയെ? പെൺമക്കൾ നിന്റെ സ്വർഗമാണ്, പെൺമക്കൾ നിന്റെ പ്രതിഫലമാണ്. ആർക്കെങ്കിലും ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും ആ പെൺമക്കളെ അവരെ നന്നായിട്ട് അദബ് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ദീനനുസരിച്ച് പർദയിട്ട് തലമുറച്ച് ആ പെൺമക്കളെ ദീനനുസരിച്ച് വളർത്തുകയും എന്നിട്ട് അവരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് വിടുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആൺമക്കൾ അനുഗ്രഹമാണ്, പെൺമക്കൾ ഐശ്വര്യാണ്, പ്രതിഫലമാണ്. പെൺമക്കൾ സ്വർഗമാണ്. ഒരാൾക്ക് 3 പെൺമക്കൾ അവിടത്തോനെ ആണുണ്ടായില്ലല്ലോ എന്ന് പറയല. എന്റെ പൊന്നുമക്കളെ 3 എണ്ണത്തിനെ കിട്ടി, നന്നായി വളർത്തി, കെട്ടിച്ചു വിട്ടു, നല്ല സാലിഹായ മക്കളെ കെട്ടിച്ചു വിട്ടു, സ്വർഗോറപ്പാണ്. 3 ആൺമക്കള് തടാകടിമാരി എണ്ണമ്പാത്തുമാരി 3 എണ്ണം അതിനെ വളർത്തി 3 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടാലൊന്നും സ്വർഗം പെട്ടെന്ന് കിട്ടൂല. പക്ഷേ 3 പെൺമക്കളാണെങ്കിലോ. അതുകൊണ്ട് ഞാൻ ആയത്തപ്പടി തന്നെ പറയാൻ ലുക്മാനോട് ഞാൻ പറഞ്ഞു അനിഷ്കുറുലില്ലാ, അല്ലാഹുവിനെ നീ ശുക്ർ ചെയ്തോ, പടച്ചോ നിനക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. അനുഗ്രഹം മക്കളെ, ആ അനുഗ്രഹം മക്കളാണെന്നുള്ള ഇശാറത്താണ് അടുത്ത ആയത്ത്.